നമ്മുടെ കരിയാറ്റ് പിതാവിൻ്റെയും മറമാക്കി തോമാക്കത്താവിൻ്റെയും റോമാലിസ്മൺ യാത്ര പ്രസിദ്ധമാണല്ലോ. അവരെ യാത്രയ്ക്ക് വന്നപ്പോൾ ഇറ്റലിയിലേക്ക് റോമിലേക്ക് വരുന്ന യാത്രയ്ക്കിടയിൽ നേപ്പിൾസ് വഴിയാണോ, നേപ്പിൾസ് തുറമുഖത്തിൽ ഇറങ്ങി അവിടുത്തെ കാഴ്ച, അവിടുത്തെ അന്നത്തെ വിശേഷങ്ങളൊക്കെ തോമാക്കത്താവിൻ്റെ വർത്തമാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ സാഹചര്യത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചാണ് അവർ റോമിലെത്തിയത്. അപ്പം നേപ്പിൾസ് ആ രീതിയിൽ അന്നത്തെ ഈ പിന്നീട് അതേ വലിയ പ്രധാന പുസ്തകത്തിനകത്തും ഇടം പിടിച്ചിരിക്കുന്നു. ആ സ്ഥലത്താണ് ഞങ്ങളിവിടെ ഇപ്പോഴായിരിക്കുന്നത്. തുർക്കിയിലേക്കുള്ള യാത്രയിൽ ഇവിടെ എത്തിയതാണ്. ഈ സ്ഥലം ഈ ചരിത്ര സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ആയിരിക്കുകയാണ്. വിശുദ്ധ സഞ്ചാരം എന്ന മാക് ടിവിയുടെ പുതിയ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗലോസ്ലീഹായുടെ രണ്ടാം പ്രേക്ഷിത യാത്രയിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലൂടെയും പൗലോസ്ലീഹായുടെ ജന്മദേശവും വെളിപാട് പുസ്തകത്തിൽ പറയുന്ന സ്മിർണയിലെ 7 സഭകളിലൂടെയും പരിശുദ്ധ അമ്മ അവസാന കാലത്ത് താമസിച്ചിരുന്ന എഫേസസിനടുത്തുള്ള വീടും കപ്പദോച്യൻ ഫാദേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കപ്പദോച്യൻ ഫാദേഴ്സിൻ്റെ ജന്മസ്ഥലത്തൂടെയുമൊക്കെയുള്ള തീർത്ഥാടനത്തിൻ്റെ യാത്രാ വിവരണങ്ങളാണ് വിശുദ്ധ സഞ്ചാരത്തിൻ്റെ ഇനിയുള്ള എപ്പിസോഡുകളിൽ. മാക് ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ പരമ്പരയിലേക്ക് സ്വാഗതം. ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ്റെ കബറിടത്തിൻ്റെ മുമ്പിലാണ്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് യോഹന്നാൻ പരാമർശിക്കുന്ന 7 പള്ളികളിലെ 7 സഭകളിലെ പെർഗാമും എന്ന പള്ളിയുടെ സഭയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ മുമ്പിലാണ്. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉയരുന്ന ഒരു മഹാചരിത്ര സ്മാരകത്തിൻ്റെ മുൻപിലാണ് ഇവിടെ ഞാൻ നിൽക്കുക. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ തീർത്ഥാടനത്തിന് 4ാം ദിവസം പ്രശസ്തമായ ഹഗിയ സോഫിയ കത്തീഡ്രൽ, ഇന്ന് ഹഗിയ സോഫിയ മോസ്ക് എന്നറിയപ്പെടുന്ന ദേവാലയ സമുച്ചയത്തിൻ്റെ മുറ്റത്താണ് ഞങ്ങൾ നിൽക്കുക. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. ഇസ്താംബൂളിലെ ഈ പാലം ഈ 2 കോണ്ടിനെൻസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. നിസീബിസിലെ വിശുദ്ധ യാക്കോബിൻ്റെ കല്ലറയാണ് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സഭ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മിഷണറിയായ പൗലോസ്ലീഹ ജനിച്ച താർസൂസിലാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ ഗ്ലാസിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ഇന്നാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അന്ത്യോക്യയിലെ പ്രധാനപ്പെട്ട ഒരു പുരാതന കേന്ദ്രത്തിലാണ്.
പച്ച കളർ കാണുന്നിടത്താണ് ദാനിയേൽ പ്രവാചകൻ്റെ ടോം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത്.